വിദ്യാർത്ഥികൾക്കായി കാർഡിയോ വർക്കൌട്ടായ സൂംബ ഡാൻസ് ആരംഭിച്ച് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്കൂളിൽ സൂംബ ഡാൻസ് ഒരുക്കുന്ന കേരളത്തിലെ ആദ്യ സ്കൂളാണ് തോട്ടുമുക്കം ഗവൺമെന്റ് യു പി സ്കൂൾ. വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം കൂട്ടുന്നതിന് ഏറെ പ്രയോജനകരമായ രസകരമായ കാർഡിയോ വർക്കൌട്ടാണ് സൂംബ ഡാൻസ്. സ്കൂൾ വിദ്യാഭ്യാസ മാറ്റങ്ങളെക്കുറിച്ച് 2 മാസം മുൻപ് ഒരു വേദിയിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളാണിത്. ചെറിയ ബെല്ല് കൊടുക്കുന്നു, എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഈ സ്ട്രെസ് ആകെ നീക്കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നൂടെ? എന്താ ഡാൻസിൻ്റെ ജിംബോ ഡാൻസ് അല്ലേ? ജുബ ഞാൻ പറയുന്ന പേര് തെറ്റായിരിക്കാം, പക്ഷേ അത്തരം ഒരു ഡാൻസിലേക്ക് കടക്കാലോ. വിദ്യാഭ്യാസ മന്ത്രി അത് ശ്രദ്ധിക്കുക. അടുത്ത അധ്യയന വർഷ ആരംഭത്തിൽ തന്നെ ഇത് നമുക്കങ്ങ് നടപ്പാക്കിയാൽ എന്താണ്? ഈ കുട്ടിയുടെ സ്ട്രെസ് മുഴുവൻ അങ്ങ് പോകും. മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകളാണ് തന്റെ സ്കൂളിലെ കുട്ടികളെ സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ പ്രചോദനമായതെന്ന് പ്രധാനാധ്യാപിക ബി ഷെറീന പറഞ്ഞു. PTA അംഗങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്ത് വേനൽ അവധിക്കാലത്തിന്റെ അവസാന ദിവസങ്ങളിൽ നന്ദന ടീച്ചറുടെ നേതൃത്വത്തിലാണ് കുട്ടികളെ സൂംബ ഡാൻസ് പരിശീലിപ്പിച്ചതെന്നും ബി ഷെറീന പറയുന്നു. നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യം, ശാരീരിക ക്ഷമതയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകളിൽ സൂംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനെ പറ്റി ആ ഒരു വാർത്ത നമ്മൾ സ്ട്രൈക്ക് ചെയ്തു. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ എല്ലാം തോട്ടുമുക്കം ഗവൺമെൻറ് യു പി സ്കൂൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തോട്ടുമുക്കം യു പി സ്കൂളിൽ ഇന്ന് സുംബ ഡാൻസിൻ്റെ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രവേശനോത്സവത്തിന് വിദ്യാർത്ഥികൾക്കൊപ്പം എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, പ്രധാനാധ്യാപിക ഷെറീന, രക്ഷിതാക്കൾ തുടങ്ങിയവർ സൂംബ ഡാൻസിൽ പങ്കെടുത്തത് വേറിട്ട കാഴ്ചയായി. വിദ്യാർത്ഥികളുടെ മനോവിഷമം കുറയ്ക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സൂംബ കൊണ്ട് സാധ്യമാകുമെന്ന് പഠനങ്ങൾ പറയുന്നു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം സൂംബ ഡാൻസ് പരിശീലനം ഉണ്ടാകുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.